ഇത് ചെറിയ ട്രീ മോനെ ചെറിയൊക്കെ നിൽക്കണ നോക്ക്. റംബൂട്ടാൻ മരി ഈ വ്ളോഗ് കയറിയാൽ മതി. ചെറിയൊക്കെ കാണിച്ചിട്ട് മോനെ എയർപോർട്ടിൽ എത്തി. ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ പാലക്കാട് നിന്ന് ആ ട്രെയിൻ ഓടിക്കയറിയില്ലേ, കുറച്ച് വള്ളികളും പരിപാടികളും ഉള്ളതുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഓടിക്കയറിയാണ്. ട്രെയിൻ വന്നു. അവന്മാർ കൂടെ ഉള്ളവരൊക്കെ ട്രെയിനിൽ കയറി. ഓഫീസിൽ നിന്ന് കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടത്തേക്ക് ലേറ്റായി. എത്തോ വണ്ടി കയറട്ടെ. ഈ വണ്ടിയാണ് ഇപ്പോൾ പോകും തോന്നുന്നു. ക്യാമറയൊക്കെ എടുത്ത് പാരീസിൽ പോകാൻ ബാറ്ററി മറന്നു വെച്ചു ഓഫീസിൽ. പക്ഷേ അപ്പോഴത്തേക്ക് അക്ഷയ് വിളിച്ച് ഓർമ്മിപ്പിച്ച് ബാറ്ററി ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറലൊക്കെ കഴിഞ്ഞു. ഒറ്റപ്പാലൊക്കെ എത്താനായി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് ഗോകുൽ ബെന്നി ഫോട്ടോഗ്രാഫർ അവൻ്റെ ബാറ്ററി തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ബാറ്ററി എത്തിച്ചു. അതുകൊണ്ട് ഞാൻ പാരീസ് പോയി തല്ലുകൊള്ളാതെ പണിയെടുത്തിട്ട് തിരിച്ചു വരും. എന്താല്ലേ ഇനി ആ ബാറ്ററി പിന്നെ എത്തിച്ച് അതവിടെ അക്ഷയ് സെറ്റ് ചെയ്യും. അക്ഷയ് ഇല്ലായിരുന്നെങ്കിലോ കിലോ ഞാൻ പോയി എന്നെ മിസ് ചെയ്യോ? മതി. നമ്മൾ പാരീസിലിറങ്ങി. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, യൂറോപ്പിലെ എ സിക്ക് എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു വെറൈറ്റി തണുപ്പും ഒരു പ്രത്യേക മണം. നല്ലത് ചീത്തത് അങ്ങനെയല്ല, എന്തൊരു യുണീക്ക്. യൂറോപ്പിൽ മാത്രം. ഇനി എനിക്ക് തോന്നുന്നതാണോ അത് ശരിക്കും അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. സീന എയർപോർട്ട് നൊസ്റ്റാൾജിയ എന്നൊക്കെ മുന്നേ വന്നിട്ടല്ലോ. ഇത് കണ്ട, കഴിഞ്ഞ മാസം നമ്മൾ ഗ്രീസ് പോയില്ലേ. ഈ വ്ളോഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, എനിക്കും കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പണ്ടാറ വെയിലടിച്ചിട്ടൊരു കുണ്ടി കാണാൻ. അപ്പം നല്ല വെയിലായിരുന്നു. ഇവിടെ നല്ല വെയിലുണ്ട്. പക്ഷെ അവിടുത്തെ ചൂട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് നോക്കും. ട്രൗസറൊക്കെ ഇട്ട് വന്നാണ്. നല്ല തണുപ്പ്. ഇനി വണ്ടി വരണവരെ എയർപോർട്ടിൽ നിന്ന് പോണവരെ എങ്ങനെ ഇരിക്കണം. അയ്യോ കടാ, ഇപ്പോഴാണ് കാണുന്നില്ലേ. ബാക്കിയില്ലേ, മര്യാദയ്ക്ക് ഫുട്ടേജ് കൊടുക്കത്തില്ല. ഏട്ടാ ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഫുള്ള് തണുപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പോട് തണുപ്പ്. അതിൻ്റെ ഇടയിൽ ഷൂട്ടും വരെ. അപ്പോൾ ക്യാമറ എടുത്ത് പുറത്തിറങ്ങിയിട്ട് ക്യാമറയുടെ ഷട്ടർ ക്ലിക്ക് ചെയ്തതേ എന്തോ പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല തണുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ബാത്ടബ് കിടന്ന് കുറച്ച് നേരം തണുത്തിട്ടല്ല. അവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് ജാക്കറ്റും ഇല്ല. പുറത്ത് ഷൂട്ട് 9 ഡിഗ്രി, അതിൽ കാറ്റ് വേറെ. ഷൂട്ട് കഴിഞ്ഞതും ഓടി വന്ന് ബാത്ത് ടബിൽ ചൂട് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ അതിൽ കുറച്ച് നേരം ഇങ്ങനെ കുറേ നേരമായിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചിരിക്കുക. പക്ഷെ പറ്റില്ല. ഇങ്ങനെ പാട്ട് വെച്ച് ഇങ്ങനെ ഇരിക്കുക. പാട്ട് നിർത്താൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഇതിൽ ഉറങ്ങിപ്പോട്ടെ. ശരി എന്നാല്. എന്നിട്ട് ബാത്ത് ടബിൽ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഉറങ്ങി. അത്ര ഉണ്ടായിട്ടുള്ളൂ. 4:15 സമയം. അങ്ങനെ കുറേ ഉറങ്ങി. രാവിലെ ജിമ്മിൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് എണീറ്റാൽ നടക്കുള്ളൂ. ഇപ്പോൾ പോയി ജിമ്മൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് പോകണ്ടേ. അപ്പോൾ ഈ സമയത്ത് എണീക്കണം. പുറത്തെത്ര ക്ലൈമറ്റ് നോക്കാം. ചത്തുവാവോ ഗൈസ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു ജിമ്മൊന്ന് തുറന്നു തരുമോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 9 മണിക്ക് തുറന്നു തരുമല്ലോ. അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ വന്ന് ചോദിച്ചു. അപ്പോൾ അവരിപ്പോൾ നായേ ഈ 4:15 ആരാണ് ജിമ്മ് പറഞ്ഞിരുന്നു പയ്യാണ് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ 6 മണിക്ക് വേണമെങ്കിൽ നമുക്ക് തുറന്നു തരാം. അതിന് മുന്നേ ഒന്നും നമുക്ക് തുറന്നു തരാൻ പറ്റില്ല, പേക്കേജ് അവിടെ നിന്ന് വേണം. അങ്ങനെ ഞാൻ തണുപ്പ് നോക്കാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയത്. വലിയ തണുപ്പുണ്ട്. ഞാൻ വെതർ നോക്കിയപ്പോൾ 8 ഡിഗ്രി C ഫീൽസ് ലൈക്ക് 6 ഡിഗ്രി C എന്നാണ് പറയുന്നത്. ഉണ്ട് നല്ല വരാം. നമുക്ക് നമ്മുടെ ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് നമ്മൾ സ്റ്റേ അടിക്കണ ഇൻ്റർകോണ്ടിനെൻ്റൽ. ഇവിടെ റോയൽ ഫാമിലി ഇല്ലേ, ഫ്രഞ്ച് റവല്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ ആ റോയൽ ഫാമിലീൻ്റെ ഇരുട്ടത്തുനിന്ന് ഒച്ചയ്ക്ക് മനുഷ്യൻ പേടിപ്പിക്കാനായിട്ട് അത് ഈ കൊടിയുടെ ഇതാടിയതാണ്. ഞാൻ ടെൻഷനായി ബോധം കിട്ടുവാൻ. ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കൊട്ടാരവും ഇതൊക്കെ ഗവൺമെൻറ്റിന് കൊടുത്ത്, ഒന്ന് മ്യൂസിയം, ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഹോട്ടലുകാർക്ക് കൊടുത്താണ് അത്ര. എന്നിട്ട് അവർക്ക് 4:15 ജിമ്മ് തുറന്നു തരാൻ പറ്റില്ലാന്ന്. ഒരു കൊട്ടാരത്തിൻ്റെ സ്റ്റാൻഡേർഡാണത്. കസ്റ്റമേഴ്സ് ആർ ലൈക്ക് കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജാവിന് 4:15 വന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞാൽ അവർ തുറന്നില്ല.
ജിമ്മ് പോകണം പറഞ്ഞാൽ. ഇനിയിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ചോദിച്ചാൽ അവർ അതും പറയും. സ്വിമ്മിംഗ് പൂളൊക്കെ മറ്റേ വെള്ളം ചൂടാക്കിയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ കേട്ടോ, ഇല്ലെങ്കിൽ ആൾക്കാർ മരിച്ചു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ മറ്റേ വായിൽ നിന്ന് ഇങ്ങനെ പുക വന്നതിൻ്റെ മുഖത്തേക്ക് അടിച്ചിട്ട് എനിക്ക് തണുത്തിട്ട് നിൽക്കാൻ വയ്യ. എന്തൊക്കെയാണ് നടക്കണത്? നല്ല തണുപ്പുണ്ട്. സീന് സൺറൈസ്. ഷൂട്ടിന് പോകാൻ നിൽക്കണം. വണ്ടി വരണം. വണ്ടി വന്നാൽ പോവാം. വണ്ടി വന്നു. ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ കൊട്ടാരം ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇതൊരു മ്യൂസിയം പോലെ അങ്ങനെ ആൾക്കാർക്ക് കാണാനൊക്കെ. ഒറ്റ മനുഷ്യൻ അയ്യോ കുതിരത്തി നോക്കണോക്ക്. ഇവിടെ ഫുള്ള് പല തരത്തിൽ പല സൈസിലുള്ള ബുക്കുകളാണ്. ഇതാണ് ഇവിടുത്തെ. ഇതിൽ യേശു ക്രിസ്തു ഇങ്ങനെ ഇരിക്കണ. ഇതിൽ അറിയില്ല. ഇതാണ് ശരിക്കും അച്ചട ബുക്ക് കേട്ടോ. അച്ചടാ സീൻ വഴി ഒരു രക്ഷയില്ല കേട്ടോ. റോഡുകൾ ഓട്ടം സീസൺ ആയതുകൊണ്ടേ നമുക്ക് ഈ മഞ്ഞലൊന്നും ഇല്ലല്ലോ. മൂന്നാമത്തെ ദിവസം ഇന്ന് എന്തായിരുന്നു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് കാറുകളെ ഷൂട്ട് ചെയ്യുക. മറ്റേ ഫെരാരി, ഓഡി R8, പിന്നെ ആസ്റ്റിൻ മാർട്ടിൻ, അങ്ങനെ അതൊക്കെ ഇതിൻ്റെയൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കാറ് ഭ്രാന്തനാണ്. എനിക്ക് ചുവപ്പ് കാറ്, പച്ചക്കാറ്, മഞ്ഞക്കാറ് എന്നേ അറിയുള്ളൂ. ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഷോപ്പിംഗ് ടൈം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മോള് അവിടെ ഇവിടെ എവിടെ ഇത് ഇവിടെ ഇത് ഒരു വില്ലേജാണ് ഇത്ര. എന്ത് വില്ലേജ് അവിടെ ചോദിച്ചിട്ടുണ്ട്? വള്ളിയോ എന്താ വായിക്കാന്ന് അറിയാൻ പാടില്ല. ഇത് നിങ്ങൾ വായിച്ചെടുത്തോ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അടുത്ത് കൊടുക്കും. ഇത് വള്ളി എന്തോ വള്ളിയാണ്. കയറി കഴിഞ്ഞാൽ വള്ളിയാവും എന്തോ. ഇത് കണ്ടോ ഈ മാപ്പ് കാണിച്ച് ഈ അമറീനോ എന്ന് പറഞ്ഞ ഈ പോയിന്റില് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രീ കാപ്പി തരും അത്രേ. അപ്പം എന്നാൽ ഫ്രീ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെല്ലാം. ഞാൻ കയറി വന്നപ്പോൾ അയാൾ അയ്യോ ആ ചേച്ചിയല്ല കേട്ടോ. അപ്പുറത്ത് വേറൊരു സെക്യൂരിറ്റിക്കാരുണ്ട്. അയാൾ പിടിച്ചിട്ട് ബാഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാഗ് കൊടുത്തു. അപ്പോൾ അയാൾ തുറന്നു നോക്കിയിട്ട് ക്യാമറ ആണെന്ന് മനസ്സിലായപ്പോൾ ഗുഡ് അങ്ങനെ പറഞ്ഞു. ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. അർമാണി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണിപാളി. ഇതൊക്കെ ഈ ഇടവഴി ഉണ്ടോ? ഇങ്ങനെ ഈ ഇടവഴി ഉണ്ട്. ഇതിൽ ഏതോ ഒരു ഇടവഴി കൂടെയാണ്. പിന്നെ ഇവിടെ ഒരു ഇടവഴി ഉണ്ട്. ഇത് ഏതോ ഒരു ഇടവഴി കൂടെയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇത് എവിടുന്ന് കണ്ടുപിടിക്കാനാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. മോളെത്തി ഇതിൽ. പക്ഷെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുമുണ്ട്, ഇവിടെ ഇതുമുണ്ട്. ഇതിലേതാണ് ഇത് എന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് പുള്ളീനോട് ചോദിച്ചാലോ. Can you just help me with this? Where should I go? Okay, Amorino. Okay. Scan this map, this card. Scan map. Okay. Guys, പുള്ളിക്കാരൻ നെറ്റിൽ ആ പുള്ളിക്കാരൻ്റെ നെഞ്ചത്തുള്ള ആ ടാഗ് എടുത്തിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. സ്കാൻ ചെയ്തപ്പോൾ ഒരു മാപ്പ് കിട്ടി. എന്താ അതിൽ തോണ്ടി കാണിച്ചു തന്നെ എനിക്ക്. ഓ ഷെജാതി ഫ്രീ ചേതാ വിളിച്ചാൽ നോക്ക്. ഈ ചങ്ങായി ഓൻ എൻ്റെ വ്ളോഗിൽ മെയിൻ ആവാൻ വേണ്ടിയിട്ട് മാറിക്കാൻ ഇളാവുന്നു. അങ്ങനുണ്ട്. ഞാൻ കണ്ടിട്ടും കൂടി കുറച്ച് അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സാധനം എന്തായിരുന്നു അതിൻ്റെ പേര്? ഗുച്ചി കയറാൻ നമുക്ക് വേണമെങ്കിൽ. കാര്യമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ മറ്റോടത്ത് എത്തുന്നതാണ് പറഞ്ഞത് പുള്ളി. നമുക്ക് പോയേക്കാം. കിടച്ചാച്ച് ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ അത്. ഗൈസ്, ഞാൻ ഇത്രയും ദിവസം ഡയറ്റിലായിരുന്നു. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്നു. അപ്പം എന്നാൽ പിന്നെ സത്യൻ ഈ വീഡിയോ കാണില്ല. സത്യനാണ് നമ്മുടെ ട്രെയിനർ. ഹോട്ട് ചോക്ലേറ്റ്. അയ്യോ കുടുങ്ങി പറഞ്ഞു പോയി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. സുടാന ഹോട്ട് ചോക്ലേറ്റ് വന്നിട്ടുണ്ടോ? ഇത് പൊളിക്കും ഗൈസ്. നമ്മുടെ നാട്ടിലില്ലേ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം തന്നിരുന്നത് പറ്റിക്കലായിരുന്നു. ഇത് കുടിച്ചു നോക്കിയപ്പോൾ ഇത് വേറെന്തോ സാധനം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇവർ തന്നു. നമ്മുടെ നാട്ടിൽ എന്താ ഡയറി മിൽക്ക് കലക്കി തരുന്നതാണോ എന്ന് എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ട് കേട്ടോ. 25ാം വാർഷികമാണ് തോന്നുന്നു. 25 ഇയേഴ്സ് എഴുതിയിട്ടുണ്ട്. 25ാം വാർഷികം തന്നെ. നമുക്ക് നമ്മുടെ ടാസ്ക്, നമുക്ക് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റും പിടിച്ച് നമ്മൾ ഗുച്ചി എത്തി ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഇതും കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇവർ ഇടിക്കായിരിക്കില്ലേ. അപ്പോൾ ആദ്യം ഹോട്ട് ചോക്ലേറ്റ്. ഈ കുട്ടികൾ ഇവിടുന്ന് മാറിയാൽ പഠിക്കായിരുന്നു. ഒറ്റയ്ക്കെന്നെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഈ തേങ്ങയും കൂടി കയ്യിൽ പെട്ടത്. ഇതിനിപ്പോൾ ഇത് നീർക്കാതെ പോകാൻ പറ്റും. ഞാൻ ഒരു കടേൻ്റെ മുമ്പിൽ വന്നിരുന്നു. കടേൻ്റെ പേരെന്തോ സാദിഖ്. ഇത് യൂണിവേഴ്സിറ്റി ആണല്ലോ. സാദിഖ് ആൻഡ് വോൾട്ടയറോ ആവോ.
അറിയാൻ പറ്റില്ല. അറിയണവരെന്താന്ന് പറയും. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് പീസ്ഫുള്ളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഈ കടയിൽ നിന്ന് അവർ മഞ്ഞ് വിടുന്നു. വാവ്, ആ മഞ്ഞ ഷോ കഴിഞ്ഞു ഗൈസ്. നമുക്ക് പിള്ളേർ പോയിട്ടോ. ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ഇന്നത്തെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇനി ചെന്നിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളുണ്ട്. നാളെയും കൂടി വർക്ക് കഴിഞ്ഞാൽ ഐ ആം ഫ്രീ. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഒരു ദിവസം ഫുള്ള് പാരീസിൽ വെറുതെ വേറെ പണികളൊന്നുമില്ല, തെണ്ടിത്തിരിയൽ മാത്രം. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് രാവിലെ നമ്മൾ ബൂഡാപെസ്റ്റ് പോകുന്നു. ഗൈസ്, ഞാൻ ഈ മോളിൻ്റെ ഉള്ളിൽ കയറി, കാരണം എനിക്ക് നന്നായിട്ട് മൂത്രയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇത് വേറൊരു വഴി. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആവാനായി. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അവസാനത്തെ ദിവസമാണ് ഷൂട്ടിൻ്റെ. സാധനമൊക്കെ റെഡിയാണ്. ഞാൻ കണ്ട ഇപ്പോൾ കോസ്റ്റ്യൂം ഉണ്ട്. നമുക്ക് തണുപ്പ് ഏകദേശം ഓക്കെ ആയി തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ പോകണോടത്തേക്ക് നല്ല തണുപ്പാണെന്ന് പറയാം. ഒരു വൈൻയാർഡാണ്, ഷാംപെയിൻ. സ്ഥലത്തിൻ്റെ പേരാണ്. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ എവിടെ എത്തിയിരിക്കുകയാണ്. ഇത് മൂത്രയ്ക്കാൻ നിർത്തിയിരിക്കുകയാണ് ഇവർ ഏതോ ഗ്യാപ്പിൽ. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ രസമുണ്ട്. ഒരു രസമുള്ള തണുപ്പ്. ഇവിടെ ഫുള്ള് കാണാൻ എന്ത് സീനാണെന്നറിയോ? നോക്കിയൊക്കെ നോക്കി സൂപ്പർ സ്ഥലം. തണുക്കണമുണ്ട്, അതിൻ്റെ കൂടെ ഹൈപ്പർ ആവണമുണ്ട്. എൻ്റെ മോനെ നോക്കിയത് കണ്ട. ഇത് ചെറിയ ട്രീ. മോനെ ചെറിയൊക്കെ നിൽക്കണ നോക്ക്. ശരാ റംബൂട്ടാൻ മതി. ഈ വ്ളോഗ് കയറിയാൽ മതി. ചെറിയൊക്കെ കാണിച്ചിട്ട് മോനെ ഏതാ കളർ നോക്ക്. ഗൈസ്, മൈ ചൈൽഡ്ഹുഡ് വാസ് എ ലൈ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാംപെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അത് പേര് മാതിരി തന്നെ ഷാംപെയിൻ എന്നുള്ളത് ആ കുടിക്കുന്ന സാധനത്തിൻ്റെ പേരല്ല, ഈ സ്ഥലത്തുള്ള പേരാണ്. ഷാംപെയിൻ എന്ന് പറയുന്നത് വെറും സ്പാർക്ലിംഗ് വൈറ്റ് വൈനാണ്. ഈ ഷാംപെയിനും അതിന് ചുറ്റുമുള്ള 100 കിലോമീറ്ററിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കണ വൈറ്റ് വൈനിന് മാത്രമേ അങ്ങനെ ഷാംപെയിൻ എന്ന് ഒഫീഷ്യലി പേരിടാൻ പറ്റുള്ളൂ. വേറെ എവിടെ നിന്നും ഷാംപെയിൻ ഇടാൻ പറ്റില്ല അത്ര. എന്തായാലേ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായി തോന്നിയത് ആദ്യം. പെരുന്തച്ഛൻ്റെ ചിത്രപ്പണികൾ ഓർമ്മിപ്പിക്കുന്ന വിധം. ഞാൻ കഴിക്കാൻ വന്നൊരു റെസ്റ്റോറൻ്റാണല്ലോ. അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയപ്പോണ്ടല്ലോ സീന്. ഇത് ബാക്കിലാണ്, ഇത് ഫ്രണ്ടല്ല കേട്ടോ. ഇത് ഇവിടെ ഉണ്ട് ഒരു എസ്തെറ്റിക് ബിൽഡിങ്, അതിൻ്റെ പുറത്താണത്. ബാക്കിലേക്ക് ഇറങ്ങിയപ്പോൾ സീൻ ഭംഗി. ഈ വഴി നോക്ക്, തടച്ചിരിക്കുകയാണ്, ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ അതാണ് നമ്മളിവിടെ അറ്റത്ത് വന്നപ്പോൾ കണ്ടു. അവിടെ നല്ലൊരു പ്രതിമ ഉണ്ട്. ആരാന്നറിയില്ല, ഐസക് ന്യൂട്ടനാണോ? അതേമാതിരിയൊക്കെ ഉണ്ട്. ഇന്നത് വാട്ടർ ഗോൺ തന്നെ, വെള്ളമുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി പീസ്ഫുൾ ഡ്രൈവ്. എജ്ജാത് റോഡ് ട്രിപ്പായിരുന്നു അറിയാം. ചെറിയൊരു സൺസെറ്റിന് വേണ്ടിയിട്ട്. അതാണെങ്കിൽ കിട്ടില്ല സൺസെറ്റ്.